ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കാനം രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ്. മറ്റത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊതു രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പില് 3 സ്ഥാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഒഴിവന്നിട്ടുള്ളത്. 2 സ്ഥാനങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനാവുന്നത്. ആ 2 സ്ഥാനങ്ങളിൽ CPIM പ്രതിനിധികൾ മത്സരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി 2 ഇടതുപക്ഷ മുന്നണി പ്രതിനിധികൾ CPIM പ്രതിനിധികൾ എന്ന നിലയിൽ മത്സരിക്കുക. ഒന്ന്, CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഡോക്ടർ വി ശിവദാസൻ, പ്രമുഖ പത്രപ്രവർത്തകരും കൈരളി ചാനലിന്റെ MD-യുമായ ജോൺ ബ്രിട്ടാസാണ്. രണ്ടാമത്തെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്നു. പിന്നീട് നമ്മൾ പൊതുവെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളെയാണ് പരിശോധിച്ചത്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം നേടാനാകും എന്നാണ് പൊതുവെ മുന്നണി യോഗം വിലയിരുത്തിയിട്ടുള്ളത്. മുന്നണി ഘടകകക്ഷികൾ നല്ല ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ മികച്ച ഭരണ നിർവഹണത്തിന് വലിയ ജനകീയ അംഗീകാരം ലഭിക്കും എന്നാണ് പൊതുവെ മുന്നണി യോഗം വിലയിരുത്തിയത്. UDF തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിന്റെ പൊതു പുരോഗതിയെ ലക്ഷ്യമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ നല്ല പ്രവർത്തനങ്ങളോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും വലിയ തോതിലുള്ള അപവാദ അസത്യപ്രചരണങ്ങൾ നടത്തുകയാണ് ചെയ്തത്. ജനങ്ങളത് നിരാകരിക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവെ കണ്ട ഒരു പ്രവണത UDF നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളുടെ തുടർച്ച BJPയിൽ ഉണ്ടായി എന്ന് തന്നെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രതിപക്ഷ നേതാവ് വളരെ തരംതാണതും നിഷേധാത്മകവുമായ വേറെ പ്രസ്താവനകൾ പ്രതിദിനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രസ്താവനകളുടെ ഒരു അനുരണനം തന്നെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രസ്താവനയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവർ രണ്ടുപേരും മത്സരിച്ച് ഒരേ വാക്കുകളിലും ഒരേ വാചകങ്ങളിലും ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഇത്തരം തെറ്റായ സമീപനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കും എന്നത് സംശയരഹിതമായ കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന ഒരു പ്രസ്താവന രീതി പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിയും തുടരുകയും ഇത് രാഷ്ട്രീയ കാര്യങ്ങളുടെ വിമർശനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ആക്രമിക്കുക എന്ന ഒരു ശൈലിയാണ്. ഇവരെല്ലാം വഹിക്കുന്ന സ്ഥാനത്തിന്റെ ഗൗരവം അവർ പ്രസ്താവനകളിൽ നിർണ്ണയിക്കുന്നില്ല എന്നതാണ് നിർഭാഗ്യകരമായ. പിന്നീട് LDF പ്രധാനമായി ചർച്ച ചെയ്തത് ഇപ്പോ കോവിഡിന്റെ കൂടുതൽ വ്യാപനം എന്ന സമകാലാവസ്ഥയെ കുറിച്ചാണ്. ഇതില് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എല്ലാവരും ജാഗ്രതയോടുകൂടി കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അണിനിരക്കുക. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പ്രാദേശിക ഗവൺമെന്റുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, വ്യത്യസ്തങ്ങളായ ബഹുജന സംഘടനാ പ്രവർത്തകരും നേതാക്കളും അങ്ങനെ കേരളീയ സമൂഹമാകെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും മുൻകൈയെടുക്കുകയും ചെയ്യുക. ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ നമ്മള് എല്ലാ ജനപ്രതിനിധികളും നമ്മുടെ പ്രവർത്തകരും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനകീയമാക്കാൻ വലിയ തോതിൽ ഇടപെടണം എന്നാണ് തീരുമാനിച്ചത്. ആ മുൻകൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന നിർദ്ദേശമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് വാക്സിൻ ക്ഷാമമാണ്. ഇപ്പൊ കേരളത്തിന് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ നൽകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1 കോടി ഡോസെങ്കിലും കിട്ടേണ്ടത് 25 ലക്ഷമാണ് നമുക്ക് ലഭിച്ചത്. അതിന്റെ പരിമിതികൾ പലതരത്തിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വാക്സിൻ കൂടുതൽ അനുവദിക്കുന്നതുമായി ബന്ധപ്പെടുത്തി കേരള ഗവൺമെന്റ്, മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പോൾ കത്തെഴുതി ഈ ആവശ്യവും നമ്മൾ നേരത്തെ ഉന്നയിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വാക്സിൻ കേരളത്തിന് അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർഷക പ്രക്ഷോഭത്തിലും അദ്ദേഹം നല്ല മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുക. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി പ്രവർത്തനത്തെ ഉപയോഗപ്പെടുത്തുക. അവര് ബഹുജന സമരങ്ങളുടെ മുന്നിലും ആ ബഹുജന സമരങ്ങളുടെ സന്ദേശം പാർലമെന്റിനകത്തും നല്ല നിലയിൽ ഉന്നയിക്കുകയാണ് ചെയ്യുക.
ആ മാതൃകാപരമായ പ്രവർത്തനമാണ് KK രാഗേഷിന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള 2 സഖാക്കൾ പാർലമെന്റിനകത്തും പുറത്തും ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളായിരിക്കും നടത്തുന്നത്. പാർട്ടിയോടെ ചർച്ച ചെയ്തപ്പോ ഇപ്പൊ ഇത്തവണ ഈ 2 സഖാക്കളെ രാജ്യസഭയിലേക്ക് അയക്കണം എന്നാണ് തീരുമാനിച്ചത്. അല്ല, പാർട്ടിയിൽ ചർച്ച ചെയ്ത എല്ലാ കാര്യവും നിങ്ങളോട് പറയണമെന്നില്ല. അതിപ്പോ പാർട്ടി ചർച്ച ചെയ്തില്ല. പാർട്ടിക്ക് എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടാവും? അല്ല, ജനങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാം. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇടത് പ്രൊഫൈൽ വിമർശനം വരുന്നുണ്ട്. നേതാക്കൾ വിഭാഗത്തിൽ വിമർശനം ഇടത് പ്രൊഫൈലിൽ വരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് കാരണം എന്ന് പറഞ്ഞത്? എന്തിന്റെ ജോബ് വികാസം അനുകൂലമാണ് മറ്റേ നേതാക്കൾ ഉള്ളതാണോ വികാസം അനുകൂലമാണ് കാണാൻ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പത്രപ്രവർത്തനം എന്നതൊരു മികച്ച പ്രവർത്തനം. പത്രപ്രവർത്തനം വളരെ ഗൗരവമുള്ള മികച്ച രൂപത്തിൽ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടതുപക്ഷ പത്രപ്രവർത്തനം നല്ല നിലയിൽ നടത്തിയിട്ടുള്ള ഒരു പത്രപ്രവർത്തനം. മാധ്യമരംഗത്തു നിന്നുള്ള പ്രതിനിധികളെ രാജ്യസഭയിലേക്ക് നേരത്തെയും CPI അയക്കട്ടെ. അവരെല്ലാം രാജ്യസഭയിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുണ്ട്. പത്രപ്രവർത്തകർ എന്ന നിലയിൽ പ്രവർത്തിച്ചവരെ നമ്മൾ പാർലമെന്റിലേക്ക് അയച്ചപ്പോൾ വളരെ മികച്ച പാർലമെന്ററിയന്മാരുമായിരുന്നു അവർ രാജ്യസഭയിൽ എന്ന അനുഭവം നടന്നുകൊണ്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് പാർട്ടി ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത്. അല്ല, എണ്ണത്തെ കുറിച്ച് ഇതിനെ കുറിച്ച് ആകാംക്ഷ ഉണ്ട്. അതോടെ നല്ലതന്നെ, ഞാനത് അംഗീകരിച്ചിരിക്കും. ഇതിലേക്ക് ചോദിക്കാവുന്ന ഒരു 2 ചോദ്യം ചോദിക്കും. ഇപ്പൊ 5 ചോദ്യം ചോദിച്ചു. ഞാൻ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന്റെ അപ്പുറത്ത് ഞാൻ എന്തെങ്കിലും വ്യക്തമാക്കുമെന്ന് നിങ്ങൾ കരുതേയില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇടത് പ്രൊഫൈലുകളിൽ നിന്ന് തന്നെ വിമർശനം വരുന്നതുകൊണ്ടാണ് പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ സ്വാഭാവിക സംശയത്തെ സഖാവില്ല. കാരണം ഇത്രയും നേതാക്കളുള്ളപ്പോൾ ഇതൊരു മുഖ്യമന്ത്രി ആദ്യം ഉപദേഷ്ടാവായതാണ്, ഒരു ചാനലിന്റെ MP ആയതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ CPI-യും ഞങ്ങളുടെ എല്ലാ ക്യാഡർമാരെയും വിലയിരുത്തും. അത്തരം ഒരു വിലയിരുത്തൽ നിന്നാണ് ഞങ്ങൾ 2 സഖാക്കളെ ഈ ചുമതലയിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അത് പാർട്ടിയുടെ പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാർട്ടിയെ പരിശോധിക്കുക ഒരു സഖാവിന്റെ കഴിവും കരുത്തും അവരെത്രത്തോളം മികവായി പ്രവർത്തിക്കും എന്നത് പാർട്ടി പരിശോധിക്കുന്നതാണ്. അത്തരം ഒരു പാർട്ടി പരിശോധനയിൽ നിന്ന് ഞങ്ങൾ 2 സഖാക്കളെ, മികച്ച 2 സഖാക്കളെയാണ് രാജ്യസഭയിലേക്ക് അയച്ചിട്ടുള്ളത്. അതിൽ പാർട്ടിക്കെതിരെ കൃത്യമായ ധാരണ. ലേഖനത്തിൽ പറഞ്ഞ കാര്യം അത്ര അതിനെ കുറിച്ച് കൂടുതൽ വ്യാഖ്യാനം. കേരളത്തിലെ ചരിത്രം പറയുന്നില്ല. ചരിത്രം പറയാത്തതുകൊണ്ട് അവരുടെ അഭിപ്രായം പറയില്ലേ, നമ്മളത് കേൾക്കണ്ടേ? ഞാനൊരു നിലപാടിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഒരു നിലപാട് വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമല്ലേ, ഞങ്ങളുടെ ഒരു നിലപാട് ഞങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അവരുടെ നിലപാട് അവർ വ്യക്തമാക്കും. അതിനകത്ത് നമ്മൾ മറ്റൊരു തരത്തിൽ കാണേണ്ട യാതൊരു കാര്യം. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ചില കാര്യങ്ങളിൽ നമ്മുടെ നിലപാടുകൾ നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ ചില നിലപാടുകൾ വ്യക്തമാക്കും. അത് ആ നിലയിൽ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയത്. അവര് പറയുന്ന എല്ലാത്തിനും കൊണ്ടും പദാനുപത മറുപടികളും നമ്മൾ പറയേണ്ട കാര്യമില്ല. അവരവരുടെ അഭിപ്രായം പറഞ്ഞു, നമ്മുടെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് വ്യക്തമായി പറഞ്ഞു. അവിടെ അവസാനിച്ചു. അവര് പറയുന്നതില്ലേ, ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് അവരുടെ അഭിപ്രായം, എന്നെ കുറിച്ച് ഒരു അഭിപ്രായം അവർക്കുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക എന്നുള്ളത്
അവരുടെ അവകാശമല്ലേ, നമുക്കത് ചോദ്യം ചെയ്യാനും പറ്റില്ല. അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി, അത് അവരുടെ അവകാശം. ഒരു ജാതി മത സംഘടനയുടെ സമ്മർദ്ദത്തിന് ഇടതുപക്ഷി സർക്കാർ വഴങ്ങിയിട്ടില്ലെങ്കിൽ ഇതേ നിലപാട് തന്നെയായിരിക്കും. ഇത് നമ്മൾ പൊതുവെ ജാതി സാമുദായിക സംഘടനകളും അതിൻ്റെ നിലപാടുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങളുടെ ഒരു നിലപാടുണ്ട്. ആ നിലപാടൊന്ന് വ്യക്തമാക്കി എന്നതിൽ പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല. നമ്മുടെ നിലപാട് നമ്മളൊന്ന് വ്യക്തമാക്കി എന്നേ ഉള്ളൂ. സുകുമാരനാരുടെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം നടത്തിയ പ്രസ്താവന രാഷ്ട്രീയമായോ മതപരമായോ ജാതീയമായോ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലയിലാണ് ആ ഒരു പ്രസ്താവന നടത്തിയത്. രാഷ്ട്രീയമായോ മറ്റ് പക്ഷപാതപരമായോ ഉള്ള മറുപടി ആയിരുന്നില്ല എന്നുള്ള വിശദീകരണമാണ് NSS സെക്രട്ടറി നൽകുന്നത്. അതെ, അതാണ് അവരുടെ കാര്യം വിശദീകരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധാപൂർവ്വം ചെയ്യുക. അങ്ങനെയല്ലേ? നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കി, അവരുടെ നിലപാട് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഒരു ബഹുസ്വരതയുടെ ഒരു ഒന്നായി കണ്ടാൽ മതി. നമ്മളെ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴും പറയുന്നത് ഇനിയും 3 ദിവസങ്ങൾ വേണം ഈ പണത്തിന്റെ രേഖ ഹാജരാക്കാൻ എന്നതാണ്. ഇത് എന്താണ് ഒരു CPIM-ന്റെ ഒരു വിലയിരുത്തൽ? ഇതൊക്കെ സംബന്ധിച്ച് ഈ അവിഹിതമായ സമ്പത്ത് സമാർജിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അത്തരമൊരു സാഹചര്യം കൂടി നമ്മളുടെ പരിഗണനയ്ക്ക് വിധേയമാവേണ്ടതാണ്. പിന്നെ ലീഗിന്റെ പല നേതാക്കളെ കുറിച്ചും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരികയുണ്ടായി. നേരത്തെ മഞ്ചേശ്വരം MLA-ക്കെതിരായിട്ട് തന്നെ ഇത്തരം കേസുകൾ തന്നെ വന്ന അനുഭവമുണ്ടായി. ധാരാളം ആളുകളെ അവർ ജ്വല്ലറി തട്ടിപ്പോയിട്ട് ബന്ധപ്പെടുത്തി അവരുടെ പണം സമാഹരിച്ച് അത് തിരിച്ചു കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ഭാഗമായി കേസും അതിനെ തുടർന്നുള്ള ജയിൽവാസവും ഒക്കെ തന്നെ ആ ലീഗ് MLA-ക്ക് ഉണ്ടായതാണ്. അതിന് ശേഷമാണ് ഈ വിഷയം ഷാജിക്കെതിരായിട്ട് ഉയർന്നു വന്നത്. അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പുതിയ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതൊക്കെ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്നു ചേർന്നിട്ടുള്ള ഇന്നത്തെ ഒരു ജീർണതയുടെ കൂടി പ്രതിഫലനം. CPIM പരമാവധി കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാവാത്തൊരു സംഭവത്തെ കുറിച്ചാണ് ചോദ്യം. അതൊക്കെ നിങ്ങൾ പറയുന്ന ആക്ഷേപങ്ങളാണ്, വസ്തുതാപരമായി ശരിയല്ല. നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്കെതിരെ കുറച്ച് ആക്ഷേപം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഉണ്ടാവാം, ഒരു തെറ്റില്ല. നമ്മളൊക്കെ നമ്മുടേതായ ജോലികൾ നിർവഹിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ ആക്ഷേപങ്ങൾ നിർമ്മിക്കുക എന്ന ചുമതലയും ചിലർക്ക് കിട്ടിയെന്ന് വരാം. ആ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ. വസ്തുത ഞാൻ പറഞ്ഞില്ലേ, ഒരു CPIM ഈ പ്രോട്ടോകോളുകൾ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയിലെ ഈ CPIM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ നേതൃത്വം വെച്ചു. ആ കേന്ദ്രമന്ത്രി ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കും. അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു ജോലിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുക എന്ന വകുപ്പിന്റെ മന്ത്രിയാണോ എന്ന് തോന്നുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. എല്ലായ്പ്പോഴും കേരളത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ ഏറ്റവും മാതൃക കാണിച്ചിരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്.
ഇല്ല, മുഖ്യമന്ത്രി ഡിസ്ചാർജ് ചെയ്ത് വിശ്രമത്തിലല്ലോ ഒരാഴ്ച. സർക്കാരിന്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം ഇടപെടൽ ഇവിടെ പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളില്ലേ നമ്മളത് കൂട്ടായ നേതൃത്വം അവിടെ ചർച്ച ചെയ്തു. അത്ര അവസാനിപ്പിക്കാം. അല്ല, ഇതില് ഈ തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടികയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമാണ്. അവിടെ എന്ത് പരിമിതി ഉണ്ടായിരുന്ന ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് ആ വിഷയം കൈകാര്യം ചെയ്തപ്പോ ഏതാണ്ട് ഇവിടുത്തെ LDF ഗവൺമെന്റാണ് ഈ പട്ടികയൊക്കെ തയ്യാറാക്കുന്നത് എന്ന മട്ടിലാണ് അദ്ദേഹം അത് വിശദീകരിച്ചത്. അദ്ദേഹത്തിന് ഞാനിപ്പോ അങ്ങനെ പറയുന്നില്ല, അദ്ദേഹം വിശദീകരിച്ചത് കണ്ടാൽ ഇവിടെ തയ്യാറാക്കിയതാണെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവരുടെ മറുപടി പറയേണ്ടതും അവരുടെ പരിഹാരം കണ്ടതുമായ വിഷയങ്ങൾ അവസാനിപ്പിക്കും.